ഷഹബാസിന്റെ കൊലപാതകത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി മനോജ് കുമാർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രിസ് ട്യൂഷൻ സെന്ററിൽ DJ പാർട്ടി നടന്നുവെന്നും വിദ്യാർത്ഥികൾ ആയുധങ്ങൾ ഉപയോഗിച്ചത് ഗൗരവകരമെന്നും അദ്ദേഹം പറഞ്ഞു. ട്യൂഷൻ സെന്റർ നടത്തുന്നത് എയ്ഡഡ് അധ്യാപകനാണെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് രണ്ട് വിദ്യാലയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ബഹുമാനപ്പെട്ട DGയും അതുപോലെ തന്നെ സംസ്ഥാനത്തു നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു. പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്.